ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ആഴ്ചയിലെ സുവിശേഷ ഭാഗം വായിച്ച് ധ്യാനിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 17 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ്. ഒന്നിനെയും റദ്ദാക്കാനല്ല, അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കാൻ. പ്രത്യേകമായി ഈശോ തൻ്റെ ദൗത്യത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്ന ഒരു വചനഭാഗമാണ്. പ്രത്യേകമായിട്ട് മത്തായി സുവിശേഷകൻ ഇവിടെ യഹൂദ ക്രിസ്ത്യാനികളെ ഉദ്ദേശിച്ചിട്ടാണ് സംസാരിക്കുക. യഹൂദ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ യഹൂദ മതത്തിൽ നിന്നും ക്രിസ്ത്യാനികളായ വിശ്വാസികളെ കുറിച്ചാണ് പറയുക. അപ്പോൾ ഈ യഹൂദ ക്രിസ്ത്യാനികളുടെ മനസ്സിലെപ്പോഴും മോശയുടെ നിയമങ്ങളും ഒരുപാട് സ്ഥാനം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഈ യഹൂദ ക്രിസ്ത്യാനികളുടെ മനസ്സിൽ മോശയുടെ നിയമങ്ങൾക്കും ഒരുപാട് സ്ഥാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ മോശയുടെ നിയമങ്ങളെയും മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഈ യഹൂദ ക്രിസ്ത്യാനികളോട് എങ്ങനെയാണ് പറയുക, ഈ നിയമങ്ങളും മോശയെയും നിങ്ങൾ ഉപേക്ഷിച്ചിട്ട് ഈശോയെയും അവൻ്റെ പഠനങ്ങളെയും ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നടക്കണമെന്ന്. അപ്പോൾ അവർ ഒരു തരത്തിൽ വിചാരിക്കും മോശയുടെ നിയമങ്ങളും ബാഡാണ്, മോശമാണ്, അതിന് ഇനി ജീവിതത്തിൽ ഒരു സ്ഥാനമില്ല എന്ന് വിചാരിക്കും, പഴയ നിയമം. അപ്പോൾ ഇവിടെ യഹൂദ ക്രിസ്ത്യാനികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താണ്ടിരിക്കാനായിട്ട് മത്തായി ഉപയോഗിക്കുന്ന ഒരു ടേമാണ് ഒന്നിനെയും അസാധുവാക്കാനല്ല, മറിച്ച് പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് യഹൂദ മതത്തിലെ നന്മ അംഗീകരിക്കുന്നതോടൊപ്പം ക്രിസ്തുവിനെയും അവൻ്റെ പഠനങ്ങളെയും ഒരുപാട് പ്രാധാന്യത്തോടുകൂടെ നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ യഹൂദ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ ഇവിടെ മത്തായി അവതരിപ്പിക്കുകയാണ്. എന്താണ് പറയുക, ഒന്നിനെയും അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. അപ്പോൾ ഇതിൽ നിന്നും ഈശോ നമ്മളോട് പറയുന്നത് ഡോണ്ട് ഹേർട്ട് ദ ഫീലിങ്സ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ വികാരങ്ങളെ നമ്മൾ ഒരിക്കലും വ്രണപ്പെടുത്തരുത് എന്ന് പറയുന്നുണ്ട്. ഈ ഒരു ആശയം തന്നെ നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിലേക്കും സന്യാസ പൗരോഹിത്യ ജീവിതത്തിലേക്കൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഒരു കുഞ്ഞുദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ വിവാഹം കഴിഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് വരുന്ന പെൺകുട്ടി, അവളോട് ഭർത്താവിൻ്റെ മാതാപിതാക്കൾ പറയാണ്, നിൻ്റെ വീട്ടിൽ പഠിപ്പിച്ചൊന്നും ശരിയല്ല, ഇവിടെ ഉള്ളത് മാത്രമാണ് ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു വലിയ വഴക്കിന് തുടക്കമാവുകയാണ്. പക്ഷേ അതേസമയം അവളുടെ വീട്ടിൽ നിന്ന് അവൾ പഠിച്ചു വന്നതും ശരിയാണ്, അത് അംഗീകരിക്കുന്നതോടൊപ്പം നമ്മുടെ ഈ പുതിയ വീട്ടിലുള്ള കുറച്ച് ശരികൾ കൂടി അവളെ അംഗീകരിക്കാനായിട്ട് സ്നേഹത്തോടെ പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ അവിടെ സ്നേഹത്തിൻ്റെ ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുകയാണ്. ഒന്നിനെയും പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താണ്ട് ജീവിക്കാനായിട്ട് ഈശോ ഒരുപാട് സ്നേഹത്തോടെ നമ്മളെ ക്ഷണിക്കാം. ഇനി ഈശോ തുടർന്നുള്ള ഈ സുവിശേഷ ഭാഗത്തിൽ പറയുന്ന ഒരു കാര്യം, നിങ്ങളുടെ നീതി, ഫരിസയരുടെയും നിയമജ്ഞരുടെയും നീതിയെ അതിശയിക്കുക എന്നുള്ളതാണ്. അതിശയിക്കണം എന്നാണ്. പുതിയ നമ്മുടെ പരിഷ്കരിച്ച ബൈബിളിൽ ഈ അതിശയിക്കുക എന്നുള്ള വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്നത് കവിഞ്ഞു നിൽക്കുക എന്നാണ്, ഓവർടേക്ക്. അപ്പം എങ്ങനെയാണ് ഇത്രയും നാൾ ഉണ്ടായിരുന്ന പഴയ യഹൂദ നിയമങ്ങളെ കവിഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ അതിശയിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റുക? പഴയ നിയമം നമുക്കറിയാം. അവിടെ പഴയ നിയമത്തിലുള്ള നിയമങ്ങളൊക്കെ നമുക്കറിയാം. കല്ലെറിഞ്ഞു കൊല്ലുക, കല്ലെറിയുക, മറ്റുള്ളവർ ശിക്ഷിക്കുക എന്നുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ആ നിയമങ്ങൾക്ക് കർശനമായിട്ടുള്ള ഒരു മുഖം കൊടുക്കാണ്ട് ആ നിയമങ്ങളുടെ മുമ്പിലേക്ക് കാരുണ്യത്തിൻ്റെ ഒരു മുഖം ഈശോ അവതരിപ്പിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ കേട്ടുമറന്ന ഒരു ടേം വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മയിലേക്ക് വരുന്നത്. ബ്രേക്ക് ദ ചെയിൻ എന്നുള്ള ഒരു ടേം, ഒരു പ്രയോഗം. നമുക്കറിയാം എന്താണ് ബ്രേക്ക് ദ ചെയിൻ എന്ന്. പ്രിയപ്പെട്ടവരെ, ആരെങ്കിലുമൊക്കെ ഇതുപോലെ ഒരു ബ്രേക്ക് ദ ചെയിൻ പോളിസിയുമായിട്ട് വരുമ്പോൾ അവിടെ പുതിയ നന്മയുടെ ഭാവങ്ങൾ വരുമെന്ന് ഈ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആദ്യമായിട്ട് സുവിശേഷങ്ങളിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ബ്രേക്ക് ദ ചെയിൻ പോളിസി കൊണ്ടുവരുന്നത് വിശുദ്ധ ഔസേപ്പിതാവാണ്. പരിശുദ്ധ അമ്മ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ടവളായിട്ട് നിൽക്കുമ്പോൾ ആ കല്ലുകളൊക്കെ താഴെ ഇടാനായിട്ട് പുതിയൊരു ബ്രേക്ക് ദ ചെയിൻ പോളിസിയുമായിട്ട് വന്നിട്ട് ആ നിയമമല്ല കാരുണ്യത്തിൻ്റെ മുഖം കാണിച്ചു കൊടുക്കുന്ന വിശുദ്ധ ഔസേപ്പിതാവ്. ഇവിടെ വിശുദ്ധ ഔസേപ്പിതാവ് ഒരു ബ്രേക്ക് ദ ചെയിൻ പോളിസിയുമായിട്ട് വന്നപ്പോൾ ആ ബ്രേക്ക് ദ ചെയിൻ പോളിസി കണ്ടിന്യൂ ചെയ്യുകയാണ് ഈശോയിലൂടെ. ഇതാണ് ഈശോയുടെ മുമ്പിൽ
തെറ്റിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീ വന്ന് നിൽക്കുമ്പോൾ അവളെ കൊണ്ടുവന്നവരിടത്തും കല്ലുകളുണ്ട്. പക്ഷേ കല്ലുകൾ കയ്യിൽ ഇങ്ങനെ എറിയാനായിട്ട് ഇങ്ങനെ ഓങ്ങി നിൽക്കുന്നവരോട് ഈശോ പറയുന്നത് എന്താണ്? അവിടെ ഒരു ബ്രേക്ക് ദ ചെയിൻ പോളിസിയാണ്. അതായത് ഔസേപ്പിതാവിലൂടെ അവൻ കണ്ട് പരിചയിച്ച ആ ഒരു ടേം. അപ്പോൾ ഈശോ പറയുന്നത് നിങ്ങളിൽ പാപമില്ലാത്തവൾ കല്ലെറിയാന്നാണ്. പക്ഷേ ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടേമിലാണെങ്കിൽ പറയാൻ പറ്റും, അധികം ഷോ എന്ന് ഇറക്കണ്ട, വിട്ടോ എന്ന് പറയുന്ന ഒരു ഭാവം. അപ്പോൾ അതാണ് മറ്റുള്ളവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്താണ്ട് ജീവിക്കുമ്പോൾ ഒരു ബ്രേക്ക് ദ ചെയിൻ പോളിസിയിലേക്ക് വരാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകമായിട്ടുള്ളൊരു രീതിയാണ് ഫയർ ബെൽറ്റ് എന്ന ഒരു രീതി. കാട്ടിൽ കാട്ടുതീ തടയാനായിട്ട് ഇടുന്ന സംഭവമാണ് ഫയർ ബെൽറ്റ് എന്ന് പറയാം. ഇങ്ങനെ കരിയിലകൾ ഇങ്ങനെ കൂടിക്കിടക്കുമ്പോൾ തീ പടർന്നു പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ കരിയിലകൾ മാറ്റിയിട്ട് മണ്ണ് തെളിഞ്ഞു നിൽക്കുന്ന രീതിയിൽ വൃത്തിയാക്കിയിട്ട് ഒരു ബെൽറ്റ് രൂപപ്പെടുത്തും. അപ്പോൾ തീ പടർന്നു പിടിക്കാണ്ടിരിക്കാനുള്ള ഒരു സംഭവമായിട്ടാണ് ഈ ഫയർ ബെൽറ്റിനെ കാണുക. അപ്പോൾ ഇന്ന് ഈശോ പറയുന്നതും ആ ഒരു കാര്യം തന്നെയാണ്, ബ്രേക്ക് ദ ചെയിൻ ആൻഡ് ബി എ ഫയർ ബെൽറ്റ്. കാരുണ്യത്തിൻ്റെ ഒരു ഫയർ ബെൽറ്റായിട്ട് ജീവിക്കാനായിട്ട് ഇന്നത്തെ സുവിശേഷം നമ്മളെ വിളിക്കുന്നുണ്ട്. നമ്മൾക്ക് അറിയാവുന്നതാണ് 1889 മുതൽ 1929 വരെ നമ്മുടെ നാട്ടിൽ ജീവിച്ചിരുന്ന ഒരാളാണ് സാധു സുന്ദർ സിംഗ് എന്ന് പറയുന്നത്. ഒരു ക്രിസ്ത്യൻ മിഷണറി ആയിരുന്നു. അദ്ദേഹം ഒരു സിഖുകാരനായിരുന്നു. പിന്നീട് ക്രിസ്തു മതത്തിലേക്ക് വന്നാണ്. അദ്ദേഹം പറയുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടിയിട്ട് ഒരു ഗ്രാമത്തിലേക്ക് പോകുമ്പോൾ ഒരു കാട് കടന്ന് വേണം പോകാൻ. ഒരു ഗുഹ കാണുന്നു. ഗുഹയിലേക്ക് കൗതുകത്തോടെ ചെല്ലുമ്പോൾ കാണുന്നത് 2 വിചിത്ര ജീവികളെ. ഈ വിചിത്ര ജീവികൾ ഈ പാസ്റ്ററിനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയെയും കണ്ടിട്ട് പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. കുറച്ചുകൂടെ ഒന്ന് അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലാകുന്നത് അത് 2 ഇരട്ട പെൺകുട്ടികളാണ്. ഇവരെ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നു. അതിനുശേഷം പിറ്റേന്ന് ഈ ഗുഹ പരിശോധിക്കാൻ വേണ്ടി പോയി. പെൺകുട്ടികളെ കിട്ടിയ ഗുഹ പരിശോധിക്കാൻ വേണ്ടി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ചെന്നായ്ക്കൾ താമസിച്ചിരുന്ന ഗുഹയാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഈ പെൺകുട്ടികളെ അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞത് ഈ പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 വിചിത്ര ജീവികളെ കണ്ടിട്ടാണ് പോയെന്നാണ് ഗുഹയിലേക്ക്. ശരിക്കും പറഞ്ഞ ഈ 2 പെൺകുട്ടികളെയും ചെന്നായ്ക്കൾ വളർത്തി എന്നാണ് അദ്ദേഹം പറയുക. ചെന്നായ്ക്കൾ ഇരട്ട പെൺകുട്ടികളെ, കാട്ടിലുപേക്ഷിച്ച ഇരട്ട പെൺകുട്ടികളെ വളർത്തിയത് കൊണ്ട് തന്നെ അവരുടെ ഫോർമേഷൻ മുഴുവനും ഒരു ചെന്നായെ പോലെ ആയിരുന്നു. ചെന്നായ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? അപ്പോൾ ഇവർ നടക്കുന്നത് മുഴുവൻ കാലും കൈയും കുത്തിയാണ് നടക്കുക, ഒരു ചെന്നായെ പോലെ. കഴിക്കുന്നത് കൈ കൊണ്ടല്ല, സാധാരണ ചെന്നായ്ക്കൾ മൃഗങ്ങൾ കഴിക്കുന്നത് പോലെ കടിച്ചെടുത്താൽ കഴിക്കുക. വെള്ളം കുടിക്കുന്നത് നക്കിയാൽ കുടിക്കുക. ഒരുപാട് നാളത്തെ പരിശ്രമത്തിൻ്റെയും ഒരുപാട് നാളത്തെ ട്രെയിനിങ്ങിൻ്റെയൊക്കെ ഫലമായിട്ട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ ശരിക്കും മനുഷ്യനെ പോലെ സംസാരിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി, പിന്നെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഈ ഒരു പ്രോസസ്സിനെ സാധു സുന്ദർ സിംഗ് വിളിക്കുന്നത് എ പ്രോസസ് ഓഫ് ഹ്യൂമനൈസേഷൻ എന്നാണ്, ഒരു മാനവീകരണം. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്നത് എങ്ങനെ ഒരു പച്ച മനുഷ്യനായിട്ട് മാനവികത നഷ്ടപ്പെടാണ്ട്, മാനുഷിക മൂല്യങ്ങൾ നഷ്ടപ്പെടാണ്ട് ജീവിക്കാമെന്ന് ഈശോ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ബ്രേക്ക് ദ ചെയിൻ പോളിസി നമ്മുടെ ജീവിതത്തിൽ വേണം. എന്നിട്ടൊരു ഫയർ ബെൽറ്റ് ആയിട്ട് നമുക്ക് ജീവിക്കണം. അതായത് തെറ്റുകൾക്ക് മുമ്പിൽ ഒരു ബ്രേക്ക് ദ ചെയിൻ ആവാൻ, അനാവശ്യമായ തർക്കങ്ങളുടെ മുമ്പിൽ ഒരു ബ്രേക്ക് ദ ചെയിൻ ആവാൻ, എന്നിട്ട് ഒരു ഫയർ ബെൽറ്റ് ഇട്ടിട്ട് നമ്മൾക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് വരാൻ. അതിനുള്ളൊരു ആഹ്വാനം കൂടെയാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്ന ഈ ഒരു തപസ് കാലം അല്ലെങ്കിൽ നോമ്പ് കാലം എന്ന് പറയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ നീതി മറ്റുള്ളവരുടെ നീതിയെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ കവിഞ്ഞു നിൽക്കുന്ന രീതിയിൽ ദൈവത്തിന് പ്രീതികരമായ മനുഷ്യരായിട്ട് ജീവിക്കാൻ ഈ തപസ് കാലം നമ്മൾ ഒരുപാട് സഹായിക്കട്ടെ. അതിനായി ഇന്നത്തെ സുവിശേഷവും ഇന്നത്തെ ഈ വചന ധ്യാനവും നമ്മളെ സഹായിക്കട്ടെ. ആമേൻ. വചനജായ 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 വചനജായ